നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. പി ശശിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റില്ല. ഭരണകക്ഷി എംഎൽഎ PV അൻവറിന്റെ ഗുരുതര ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ അന്വേഷണം മാത്രം പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ ഞെട്ടിയത് CPM കൂടിയാണ്. അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ആഗ്രഹത്തിന് പിന്നിൽ ശശിയെ മാറ്റാനുള്ള തന്ത്രമാണെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി. ഇതോടെയാണ് ഇരുവർക്കും മുഖ്യമന്ത്രി സംരക്ഷണ കവചം തീർത്തത്. സംസ്ഥാന സർക്കാർ കൊള്ളസംഘമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അഴിമതിക്കാരുടെ കൂടാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും മുഖ്യമന്ത്രിക്ക് ഇവരെ ഭയമാണെന്നും സതീശൻ ആരോപിച്ചു. പിണറായി വിജയന്റെ കാലത്തോടെ CPM അവസാനിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. ADGPക്കെതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്നും K സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും തെറിപ്പിച്ചിട്ടും EP ജയരാജനെതിരെ CPMൽ നീക്കങ്ങൾ. പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായ EPയെ പൂർണ്ണമായും വെട്ടിനിരത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് വിലയിരുത്തൽ. മലപ്പുറത്ത് പോലീസ് ക്വാർട്ടേഴ്സിലെ മരമുറി കേസ് ഒതുക്കാൻ PV അൻവർ MLAയെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ച പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തില്ല. നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കി. പത്തനംതിട്ട SP ആയിരുന്ന ഇദ്ദേഹത്തോട് പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. പത്തനംതിട്ട SP സ്ഥാനത്ത് വിനോദ് കുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന മുൻ മന്ത്രി VS സുനിൽകുമാർ. ADGP അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ട് അറിയില്ലെന്നും അൻവർ പറഞ്ഞ വിവരം മാത്രമേ ഉള്ളൂവെന്നും സുനിൽകുമാർ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹൈക്കോടതിക്ക് കൈമാറി സർക്കാർ കൈകഴുകും. റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകേണ്ടെന്നാണ് തീരുമാനം. റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിയിലെത്തിക്കാനുള്ള അവസാന തീയതി ഈ മാസം 9 അതിനു മുൻപ് തന്നെ നൽകാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി. കർണാടക മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ ഹൈക്കോടതി വിധി എന്തായാലും രാജിവെക്കേണ്ടതില്ലെന്ന് ഊർജ്ജ മന്ത്രി KJ ജോർജ്. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ഗവർണർ അന്വേഷണത്തിന് അനുമതി നൽകിയതെന്നും സിദ്ധരാമയ്യക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും KJ ജോർജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം ഇന്നു മുതൽ ഈ മാസം 5 വരെ. ഉഭയകക്ഷി ചർച്ചകൾക്കായി ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈ സന്ദർശിക്കുന്നത്. പ്രതിരോധം, വ്യാപാര, നിക്ഷേപം, ഊർജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനുള്ള പദ്ധതികൾ ബ്രൂണൈ സുൽത്താൻ ഹസനൽ ബോൽക്കിയുമായി മോദി ചർച്ച ചെയ്യുമെന്നാണ് വിവരം. മാർപ്പാപ്പയായി ചുമതലയേറ്റ ശേഷമുള്ള ഏഷ്യൻ സന്ദർശനത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് പുറപ്പെടും. ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനി, കിഴക്കൻ തൈമൂർ, സിംഗപ്പൂർ എന്നീ 4 രാജ്യങ്ങൾ സന്ദർശിക്കും. 88-കാരനായ മാർപ്പാപ്പ വീൽചെയറിൽ സഞ്ചരിക്കുക 32,814 കിലോമീറ്റർ. സന്ദർശനം ഈ മാസം 13 വരെ. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ സ്വന്തമാക്കി യോഗേഷ് കത്തൂനിയ. പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ F56 ഇനത്തിലാണ് താരത്തിന്റെ വെള്ളി നേട്ടം. പാരീസിൽ ഇത് ഇന്ത്യയുടെ 8ാം മെഡൽ. കേരള ക്രിക്കറ്റ് ലീഗ് പ്രഥമ സീസണിലെ 2ാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിന് 1 റണ്ണിന്റെ ത്രസിപ്പിക്കുന്ന ജയം. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.